അവനെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഒന്നും പറഞ്ഞത്. സിദ്ധു ഒരു നല്ല മനുഷ്യനാ. ഇത്രയും നല്ല മനുഷ്യന്റെ ഭാര്യയാക്കിയതില് ദൈവത്തോട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ സിദ്ധു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. പ്രഭ, തന്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവും. എനിക്ക് ഭൂമിയിലെ ഏറ്റവും വലുത് എന്റെ കുടുംബം തന്നെയാണ്. കുടുംബത്തോട് നീതി കാണിക്കാതെ സമൂഹം എന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ പ്രഭ, ബലരാമന്റെ പേര് പറഞ്ഞു കഴിയുമ്പോൾ മേരി തോമസിന്റെ പേരും അതിനൊപ്പം പുറത്തു പറയേണ്ടി വരും. ഞാൻ പറയാതെ തന്നെ വരും. കേരളത്തിൽ അത് വലിയ ചർച്ചയാവും. പലരെ അത് ദോഷമായി ബാധിക്കും. മറ്റു മാർഗങ്ങളൊക്കെ അടഞ്ഞു കഴിയുമ്പോൾ മതി അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. ശരി, സിദ്ധുവിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഒരു കാര്യം. എന്താ? അല്ല, ഒരിക്കലും അങ്ങനെ അല്ല എന്നറിയാം. എന്നാലും ഒന്ന് ചോദിക്കണമെന്നൊരു തോന്നൽ. ബലരാമൻ മരിച്ചത് എന്റെ കൈ കൊണ്ടാണെന്നാണോ? തനിക്കും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അല്ല, അങ്ങനല്ല. ഞാനല്ല ബലരാമനെ കൊന്നത്. സർ, സമയായി. പ്രഭ, എല്ലാവരോടും സമാധാനമായിട്ടിരിക്കാൻ പറയണം. ബലരാമന്റെ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കില്ല. ഞങ്ങൾ വക്കീൽ വഴി നീങ്ങാം. സർ, സിദ്ധു, അമ്മ ഇതുവരെ കണ്ടില്ലല്ലോ നന്ദു. അമ്മ വരും. ജയില് സന്ദർശന സമയമുണ്ടല്ലോ, അതനുസരിച്ച് വിസിറ്റേഴ്സിന് കാണാൻ പറ്റുമോ? അമ്മയെ ഒറ്റയ്ക്ക് അയക്കണ്ടായിരുന്നു, നന്ദുവിനും കൂടി പോവായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പോയാലും മതിയായിരുന്നു. ഞാൻ പറയാത്തോണ്ടാണോ? അമ്മ വാശി പിടിക്കുന്ന നീയും കണ്ടതല്ലേ? ജയിലിൽ കിടക്കുന്ന അച്ഛനെ നമ്മൾ കാണണ്ടെന്ന് വെച്ചിട്ടാവും. അങ്ങനെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ വീണ്ടെന്ന് വെച്ചിട്ടാവും. അപ്പൊ അമ്മയ്ക്കോ? അങ്ങനെ ഒരു അവസ്ഥയില് അച്ഛനെ കാണാൻ വിഷമം ഉണ്ടാവില്ലേ? അഴികൾക്കുള്ളിൽ നിൽക്കുന്ന അച്ഛനെ കാണുമ്പോ പാവമ്മ തളർന്നു വീഴുമെന്ന് എന്റെ പേടി. രണ്ടുപേരും കരയായിരിക്കും. അതോ അച്ഛനമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ സന്തോഷം അഭിനയിച്ച് നിൽക്കോ? അവിടെ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത് ഒക്കെ മറ്റു കുറ്റവാളികൾക്കൊപ്പം. ആലോചിക്കാൻ കൂടി വയ്യ. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.